നേരത്തെ ചെയ്തൊരു വീഡിയോയുടെ പാർട്ട് 2 ആയിട്ടാണ് ഈ ഒരു വീഡിയോ. സിസ്റ്റം ആപ്ലിക്കേഷൻ എങ്ങനെ ഡിസേബിൾ ചെയ്യാം, അല്ലെങ്കിൽ സിസ്റ്റം ആപ്ലിക്കേഷൻ എങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഷോർട്സ് ആയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിന് കുറച്ചധികം ട്രിക്സ് ഉണ്ട്. നമുക്കതിനകത്തിൽ ഓരോ ട്രിക്കായിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കുന്ന മെത്തേഡ്, സെറ്റിങ്സിൽ കയറുക. അതിനുശേഷം അഡീഷണൽ സെറ്റിങ്സ് എടുക്കുക. ഇവിടെ ആയിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്യുക. ഇനി ചില ഫോണിൽ ആ ഡെവലപ്പർ ഓപ്ഷൻ വരത്തില്ല. മുന്നേ ഉള്ള ഒരുപാട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡെവലപ്പർ ഓപ്ഷൻ വരാത്ത ഫോണുകളിൽ ബാക്ക് അടിക്കുക. അതിനുശേഷം എബൌട്ട് ഫോൺ എടുക്കുക, ബേസ് ബാൻഡ് എടുക്കുക. അവിടെ ഈ ബിൽഡ് നമ്പർ എന്നുള്ളിടത്ത് ഒരു 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഡെവലപ്പർ ഓപ്ഷൻ വരും. പല ഫോണിലും പല സ്ഥലത്തായിരിക്കും വരുന്നത്. ഒപ്പോ, വിവോ അങ്ങനെയുള്ള ഫോണുകളിലൊക്കെ, റിയൽമി അങ്ങനെയുള്ള ഫോണുകളിലൊക്കെ അഡീഷണൽ സെറ്റിങ്സിനകത്തായിരിക്കും ഈ ഒരു ഡെവലപ്പർ ഓപ്ഷൻ വരുന്നത്. അങ്ങനെ ഡെവലപ്പർ ഓപ്ഷനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ശേഷം മുന്നോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ ഈ കാണുന്ന ഡിസേബിൾഡ് ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. കുറേ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് വരുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ഫോണിലെ സിസ്റ്റം ആപ്ലിക്കേഷനാണ് ഇവിടെ കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഡിസേബിൾ ചെയ്യാം. ജസ്റ്റ് അതിനകത്ത് തൊട്ട് കഴിയുമ്പോഴത്തേക്ക് 3 ഓപ്ഷൻ വരും: അൺഇൻസ്റ്റാൾ, ഡിസേബിൾ, ഓപ്പൺ. അപ്പോൾ നിങ്ങൾക്കത് സിസ്റ്റം ആപ്ലിക്കേഷൻ ഏതെങ്കിലും അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവഴി ചെയ്യാം. പക്ഷേ അങ്ങനെ വേറൊരു കുഴപ്പമുണ്ട്, ചില ആപ്ലിക്കേഷനൊക്കെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ അൺഇൻസ്റ്റാൾ ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരും. അതുകൊണ്ട് ഓരോന്നും അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നല്ലോണം ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. ഇത് കൂടാതെ ഒരുപാട് മെത്തേഡുണ്ട്. ഇപ്പം നമുക്ക് ഓരോരോ മെത്തേഡായിട്ട് ഓരോരോ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളിങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുക.